ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗ്രീൻ ടൂൺസിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മളൊരു ബോട്ടിൽ ആർട്ടാണ് ചെയ്യാൻ പോണേ. അതിനേക്കാളും മുമ്പായിട്ട് 3 കാര്യങ്ങൾ എനിക്ക് നിങ്ങളോട് പറയാണ്ട്. ആദ്യത്തെ കാര്യം വേറെ ഒന്നുമല്ല, നമ്മൾ സാധാരണ ആഴ്ചയിൽ 3 വീഡിയോസൊക്കെ ചെയ്തിരുന്നു. പക്ഷേ ഇപ്പോൾ കുറച്ച് കാലമായിട്ട് നമ്മൾ ആഴ്ചയിൽ ഒരു വീഡിയോ മാത്രമാണ് ചെയ്യണുള്ളൂ. അതിൻ്റെ റീസൺ വേറെ ഒന്നുമല്ല, ഞാൻ ഒരു പുസ്തകം എഴുതണതിൻ്റെ ഭാഗമായിട്ട് അതിൻ്റെ പ്രിപ്പറേഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ച് മാറി നിൽക്കാറുന്നു. അപ്പോൾ കോമിക് ബുക്കാണ് നമ്മൾ ചെയ്യണത്. കോമിക് ബുക്ക് ഇപ്പോഴും വായിക്കാൻ താല്പര്യമുള്ള സുഹൃത്തുക്കൾ വീഡിയോ കണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് അടിക്കുക, പിന്നെ കമൻറ്റ് ചെയ്യുക. ഇഷ്ടപ്പെടാത്തവരുണ്ടെങ്കിൽ അതും ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഞാൻ പറഞ്ഞിരുന്നു ഞാൻ BFA ആണ് പഠിച്ചിരുന്നത്, ഫൈനൽ ഇയർ ആയിരുന്നു. അപ്പോൾ ഞങ്ങളുടെ എക്സാം ഈ വരുന്ന 22-ാം തീയതിയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കോളേജിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ അവിടുത്തെ കുറച്ച് ആർട്ടും ക്രാഫ്റ്റും ഒക്കെ ചേർത്തിട്ടുള്ള ഒരു വീഡിയോ വ്ളോഗ് വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ ആ വീഡിയോയും ചെയ്യുന്നതായിരിക്കും. മൂന്നാമത്തെ കാര്യം വേറെ ഒന്നുമല്ല, കുറേ സുഹൃത്തുക്കൾ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ പറഞ്ഞൊരു കാര്യമാണ്, നമ്മൾ കഴിഞ്ഞ കുറച്ച് വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ, കഴിഞ്ഞ കുറച്ച് വീഡിയോ അപ്ലോഡ് ചെയ്തതിൻ്റെ നോട്ടിഫിക്കേഷൻ പലർക്കും കിട്ടുന്നില്ല എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത ആൾക്കാർ ജസ്റ്റ് ബെല്ലൈക്കൺ ഇനേബിൾ ആണോ എന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അതുപോലെ ആർട്ട്, ക്രാഫ്റ്റ്, പ്ലാൻസ് ഈ കണ്ടന്റൊക്കെ ഇഷ്ടപ്പെടുന്ന സുഹൃത്തുക്കളെ അറിയിച്ചെങ്കിൽ അവർക്ക് നമ്മുടെ ചാനലൊന്ന് ഷെയർ ചെയ്യാം. അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങളോട് പറയാണ്ടായിരുന്ന കുറച്ച് കാര്യങ്ങൾ. ഇനി ഇന്നത്തെ ബോട്ടിൽ ആർട്ട് എങ്ങനെ ഈസി ആയിട്ട് ചെയ്യാന്നുള്ളത് നമുക്കൊന്ന് കണ്ടു നോക്കാം. ഈ ഒരു വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഏത് ടൈപ്പ് ബോട്ടിൽ വേണമെങ്കിലും യൂസ് ചെയ്യാം. ആദ്യം ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഫസ്റ്റ് കോട്ട് കൊടുക്കണം. ഞാൻ അവിടെ ബ്ലാക്ക് എമൽഷൻ കളർ ഉപയോഗിച്ചിട്ടാണ് ഫസ്റ്റ് കോട്ട് കൊടുത്തേക്കണത്. അത് നല്ല പോലെ ഉണങ്ങാൻ വേണ്ടിയിട്ട് നമ്മളൊന്ന് വെയിറ്റ് ചെയ്യാം. ഈ ഒരു സമയം കൊണ്ട് നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള വേറെ കുറച്ച് സാധനങ്ങൾ ഉണ്ടാക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ പ്ലാസ്റ്റിക് കവറാണ് യൂസ് ചെയ്യുന്നത്. കളർ ഉള്ളതോ കളർ ഇല്ലാത്തതോ ഏത് പ്ലാസ്റ്റിക് കവർ വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അത് ജസ്റ്റ് ഇതുപോലെ നീളത്തിൽ ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്തെടുക്കണം. അങ്ങനെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചെന്ന് ഒരു പീസ് എടുത്തിട്ട് ജസ്റ്റ് വിരലുകൾ ഉപയോഗിച്ചിട്ട് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് വലിച്ചു കൊടുക്കുക, പതുക്കെ വലിക്കുക. അങ്ങനെ ഓരോ പോർഷനും ഈ കാണുന്ന പോലെ ഒന്ന് പ്രസ് ചെയ്ത് വലിച്ചു കൊടുത്തു വെച്ചെങ്കിൽ ഇതിൻ്റെ മൊത്തത്തിലുള്ള ഷേപ്പ് മാറണതായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. നമ്മൾ വലിക്കുമ്പോൾ വളരെ പതുക്കെ വലിക്കുക, അല്ലെങ്കിൽ അത് കീറിപ്പോവും. കീറിപ്പോയാലും കുഴപ്പമില്ല. ആ ഒരു പീസ് കളഞ്ഞതിന് ശേഷം നമുക്ക് ഇതൊരു പെറ്റൽ പോലെ അറേഞ്ച് ചെയ്യാം. അപ്പോൾ ഈ ഒരു രീതിയിൽ ഇതിൻ്റെ അടിഭാഗം കൂട്ടി പിടിച്ച് കഴിഞ്ഞു വെച്ചെങ്കിൽ ഇതൊരു പെറ്റൽ പോലെ നമുക്ക് ഫീൽ ചെയ്യും. അങ്ങനെ നമ്മൾ ബാക്കിയുള്ള പീസുകളും ഈ ഒരു മെത്തേഡിൽ പെറ്റൽസ് ആക്കി മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ലെങ്ത്ത് കൂടിയ പീസൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് അതൊന്ന് കട്ട് ചെയ്തിട്ട് ചെറുതാക്കുക. അതിനുശേഷം ഈ ഒരു രീതിയിൽ അറേഞ്ച് ചെയ്തിട്ട് നമുക്ക് ബോട്ടിലിൽ എവിടെയാണ് ഒട്ടിക്കേണ്ടത് ആ ഒരു പോർഷനിൽ ഗ്ലൂ ഗണ്ണ് ഉപയോഗിച്ച് ഒട്ടിക്കാം. ആദ്യം ഞാൻ ബോട്ടിലിൻ്റെ മുകളിൽ ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് പെറ്റൽസ് മടക്കിയിട്ട് അതുമിലേക്ക് ഒട്ടിച്ച് കൊടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ നമ്മൾ വിചാരിച്ച പോലെ ബോട്ടിലിൽ അത് ക്യാച്ച് ആവുണ്ടായിരുന്നില്ല. അപ്പോൾ വേറെ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ, പെറ്റൽസ് ആദ്യം അടിഭാഗം മടക്കിയിട്ട് അവിടെ ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് കറക്റ്റ് പെറ്റൽസിൻ്റെ ഷേപ്പ് ആക്കി എടുത്തു. അതിനുശേഷം ഓരോ പെറ്റൽസിൻ്റെ അടിഭാഗത്ത് ഇതുപോലെ ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ബോട്ടിലേക്ക് ഫിക്സ് ചെയ്ത് കൊടുത്തു. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് തന്നെ ഈ ഒരു വർക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റും. എല്ലാവർക്കും പെട്ടെന്ന് കിട്ടുന്നുള്ളതുകൊണ്ടാണ് നമ്മളിവിടെ വൈറ്റ് കവർ യൂസ് ചെയ്തത്. അതുകൊണ്ടാണ് ബോട്ടിലിന് ബ്ലാക്ക് കളറും കൊടുത്തത്. നമ്മൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള കളറിലുള്ള കവറുകളാണ് യൂസ് ചെയ്യണമെന്ന് വെച്ചെങ്കിൽ അതിനനുസരിച്ചിട്ട് ബോട്ടിലിൻ്റെ കളറും ചേഞ്ച് ചെയ്തിട്ട് നമുക്ക് ഇതുപോലെ അറേഞ്ച് ചെയ്ത് നോക്കാം. അങ്ങനെ നമ്മുടെ ഫസ്റ്റ് പ്രോസസ്സ് കംപ്ലീറ്റ് ആയി. ഇനി നമുക്ക് വൈറ്റ്, അതുപോലെ യെല്ലോ, ഗ്രീൻ ഈ 3 കളർ, ഫേബ്രിക് കളറാണ് ഞാൻ യൂസ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഈ 3 കളർ ഉപയോഗിച്ചിട്ട് നമുക്ക് ഇതിൻ്റെ തണ്ടുകൾ വരച്ചു കൊടുക്കാം. ഇതുപോലെ ലൈൻസ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ പെയിൻറ്റ് നല്ല തിക്കാണെങ്കിൽ മാത്രം കുറച്ച് വെള്ളം നമ്മൾ അപ്ലൈ ചെയ്യുക. വെള്ളം അധികമായി കഴിഞ്ഞാൽ പെയിൻറ്റ് ബോട്ടിലിൽ ക്യാച്ച് ആവില്ല. ബ്രഷിൻ്റെ ഡിഫറെൻ്റ് ആയിട്ടുള്ള സ്ട്രോക്കുകൾ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ പല വലുപ്പത്തിലുള്ള ലീഫുകളും ഈ ഒരു രീതിയിൽ അറേഞ്ച് ചെയ്തെടുത്തേക്കണത്. ബോട്ടിലിൻ്റെ എല്ലാ സൈഡിലും ഇതുപോലെ വരച്ച് കംപ്ലീറ്റ് ആയാൽ കുറച്ച് യെല്ലോയും വളരെ കുറച്ച് ഗ്രീനും അപ്ലൈ ചെയ്തിട്ട് വളരെ ലൈറ്റ് ആയിട്ടുള്ളൊരു ഗ്രീൻ ഷെയ്ഡ് ഉണ്ടാക്കിയിട്ട് എല്ലാ ലീഫിൻ്റെ മുകളിലും ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ എക്സ്ട്രാ എന്തെങ്കിലും ഡിസൈനും കാര്യങ്ങളൊക്കെ ഇതിൽ ആഡ് ചെയ്യാനുണ്ടെങ്കിൽ അതൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുക. ചെറിയ ഡോട്ടുകൾ, അതുപോലെ കുഞ്ഞിയ ലൈൻസൊക്കെ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ വളരെ നാരോ ആയിട്ടുള്ളൊരു ബ്രഷ് ഉപയോഗിച്ചിട്ട് ആഡ് ചെയ്യുക. പിന്നെ ഇത്തരം ഡിസൈനുകളൊക്കെ നിങ്ങളുടെ ക്രിയേറ്റിവിറ്റിക്ക് അനുസരിച്ചിട്ട് നിങ്ങൾ തന്നെ സ്വയം എങ്ങനെയാണോ ഭംഗി വരണത് ആ രീതിയിൽ വരച്ചു കൊടുക്കുക. ഞാനിവിടെ 3 കളേഴ്സ് ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു ഡിസൈനൊക്കെ ക്രിയേറ്റ് ചെയ്തത്. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ ഇതിലും കൂടുതൽ കളേഴ്സ് യൂസ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ക്രിയേറ്റിവിറ്റിക്ക് അനുസരിച്ചിട്ട് പല കളറുകളും ഈ പെറ്റൽസിൻ്റെ മുകളിലൊക്കെ ആഡ് ചെയ്തിട്ട് എങ്ങനെ ഉണ്ടാവും എന്നുള്ളതൊക്കെ ഒന്ന് വർക്ക് ചെയ്ത് നോക്കുക. വീട്ടിൽ കിട്ടുന്ന കുഞ്ഞു കുഞ്ഞു സാധനങ്ങളൊക്കെ
ഒക്കെ ചേർത്ത് വെച്ച് കഴിഞ്ഞാൽ ഈസി ആയിട്ട് തന്നെ ഈ ഒരു ബോട്ടിൽ ആർട്ട് നമുക്ക് ചെയ്തെടുക്കാൻ സാധിക്കും. അപ്പൊ നിങ്ങൾ ഇതുപോലത്തെ ബോട്ടിൽ ആർട്ട് ഒക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് ജസ്റ്റ് നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലേക്കും കൂടി ഒന്ന് ടാഗ് ചെയ്യുക. അപ്പൊ നമ്മുടെ ഗ്രീൻ ടൂൺസിന്റെ ഇൻസ്റ്റാഗ്രാമിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. താല്പര്യമുള്ളവര് അതിൽ കയറി ഒന്ന് ഫോളോ ചെയ്യുക. അതുപോലെ വർക്കുകൾ ചെയ്യുമ്പോൾ നമുക്കൊന്ന് സെൻഡ് ചെയ്ത് തരിക. സോ അടുത്ത വീഡിയോയിൽ കാണുന്നവരിക്കും ഗുഡ് ബൈ.